അതും പോയി, കൊടുത്ത കാശ് പോകുമെന്നാണ് തോന്നുന്നത്. ഇതിലും വലിയ നഷ്ടങ്ങളാണ് കേരളത്തിൻ്റെ വ്യാപാര മേഖലയ്ക്ക് പുതിയ സോളാർ നയം വന്നാൽ സംഭവിക്കാൻ പോകുന്നത്. ഏകദേശം 4000 കോടി രൂപയുടെ വിപണി വളർച്ച പ്രതീക്ഷിക്കുന്ന ഈ മേഖല ഏറെക്കുറെ താറുമാറാകും. 2 ലക്ഷത്തോളം ആളുകൾ പണിയെടുക്കുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൂടാതെ സംസ്ഥാന സർക്കാരുകൾക്ക് ഏകദേശം 600 കോടിയോളം രൂപ GST വരുമാന നഷ്ടം സംഭവിക്കും. രാജ്യത്തെ പ്രമുഖ ബാങ്കുകൾക്ക് 1200 കോടിയോളം രൂപ വരുന്ന സോളാർ ലോണുകൾ നഷ്ടമാകും. അതോടൊപ്പം തന്നെ ഏകദേശം PM സൂര്യകറിൻ്റെ കീഴിൽ 380 കോടി രൂപ SBI ബാങ്ക് മാത്രം നൽകിയിട്ടുണ്ട്. ഇവർക്കെല്ലാം ഈ ബിസിനസ് നഷ്ടമാകും. മറ്റൊരു നഷ്ടം എന്ന് പറയുന്നത് ഏകദേശം 750 കോടിയോളം രൂപയാണ് കേന്ദ്ര സർക്കാർ സബ്സിഡി ഇനത്തിൽ കേരളത്തിൽ സോളാർ സ്ഥാപിച്ച കസ്റ്റമേഴ്സിന് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ വർഷം 1000 കോടിയോളം രൂപ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ 1000 കോടി രൂപയോളവും ഈ പുതിയ സോളാർ നയം വന്നാൽ നഷ്ടമാകുമെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കേന്ദ്ര സർക്കാർ PM സൂര്യഘർ പദ്ധതിക്ക് കീഴിൽ ഏകദേശം 750 കോടിയോളം രൂപ സബ്സിഡിയായി കസ്റ്റമേഴ്സിന് നൽകുകയുണ്ടായി. ഇതുകൂടാതെയാണ് 150 കോടിയോളം രൂപ KSEBക്ക് ഇൻസെൻറ്റീവായി കൊടുക്കുകയുണ്ടായി. ഇതിലെല്ലാം ആനുപാതികമായ കുറവ് സംഭവിക്കും. അതുപോലെ തന്നെ ഈ സോളാർ നയം നടപ്പിലാക്കിയാൽ ചെറുകിട കച്ചവടക്കാർക്കും പ്രൊഡക്ഷൻ യൂണിറ്റുകൾക്കും സോളാർ അപ്രാപ്യമാകും. ഇത് അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടുന്നതിനൊരു കാരണമാവുകയും ചെയ്യും.